ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 45 മുതൽ 48 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് നമ്മുടെ സീസൺ 2 ആയിരിക്കും. റാക്കുസായിച്ചിക്ക് ശേഷമുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർക്ക്, സോഡ് ബെയറർ അസാസിനേഷൻ ആർക്ക് ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്, അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. സോ അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് പോകാം. ഹിഷാക്കുവിന്റെ ഒരു മീറ്റിംഗ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഇവർ ചിന്തിച്ച പോലെ ഇവരുടെ പ്ലാൻ പടി തന്നെ നടക്കുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് കമുനാബിയുടെ കയ്യിൽ തന്നെ ഷിനുച്ചി എത്തി. അതെ, ഇനി നമ്മുടെ അടുത്ത മൂവിനുള്ള സമയമാണെന്ന് ചിഹിരോയുമായിട്ട് ഫൈറ്റ് ചെയ്ത ഹിഷാക്കു മന്ത്രവാദി പറയുന്നുണ്ട്. ചിഹിരോയും ഹാക്കുരിയും ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ റൂമിനുള്ളിൽ കിടക്കുകയാണ്. അവരിപ്പോ ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്. പെർഫെക്റ്റ് സിംഗിൾ ആണല്ലോ രണ്ടുപേരും എഴുന്നേറ്റത്, ഗുഡ് മോർണിംഗ് എന്നിപ്പോ ശിവ പറയുന്നുണ്ട്. ഞങ്ങളിതിപ്പോ എവിടെയാണെന്നൊക്കെ ഹാക്കുരി ചോദിക്കുന്നുണ്ട്. ഷിബയാണിപ്പോ പറയുന്നത് ഇവരാ റാക്കുസായിച്ചി ബിൽഡിങ്ങിന്റെ മുന്നിലിരുന്നിട്ട് ഒരേ സമയം തന്നെ തളർന്നു വീഴുകയായിരുന്നു. വീണതും ഒരുമിച്ച്, എഴുന്നേറ്റതും ഒരുമിച്ച്. അല്ല, നിങ്ങളെന്താ ഇരട്ട പറ്റതാ എന്നിപ്പോ ശിവ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ നവംബർ 9, അതായത് റാക്കുസായിച്ചി ഇൻസിഡന്റിന്റെ പിറ്റേ ദിവസം 11 മണിയായി രാവിലെ. ഇപ്പോ നോക്കുമ്പോ ഷാറും ടാഫുക്കും ഹ്യൂക്കിയും ഷിബയും എല്ലാം കൂടി ഈ മുറിയിൽ കൂടിയിരുന്നിട്ട് വീഡിയോ ഗെയിം കളിക്കുകയാണ്. ഇവർ ഉണരാൻ ഇത്രയും സമയം എടുത്തല്ലോ, പക്ഷെ ഞങ്ങൾക്ക് ബോറൊന്നും അടിച്ചില്ല എന്നിപ്പോ ടാഫുക്കും ഹ്യൂക്കിയും പറയുന്നുണ്ട്. കാര്യം ഷിബയ്ക്ക് വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ ക്രൈസ് ആണ്. അപ്പൊ പുള്ളി ഇവരെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി ഇരുത്തി. അല്ലടോ, എന്നാലും ഞാൻ ഇന്നലെ തൊട്ട് ചോദിക്കുക, താൻ ആരാണ് എന്നിപ്പോ ഹ്യൂക്കി ഷിബയോട് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു എക്സ് കമുനാബി മെമ്പർ ആണെന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാൻ തോന്നുന്നു ഇപ്പൊ ചിഹിരോ മനസ്സിൽ പറയുന്നുണ്ട്. സ്റ്റോർ ഹൗസിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുടെ ഒക്കെ കാര്യം ചിഹിരോ ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും വീട്ടിൽ പോയി എന്ന് ശിവ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഉടനെ ഇനാസുമ പറയാൻ ഏൽപ്പിച്ചിട്ട് പോയൊരു മെസ്സേജിനെ പറ്റി ഷാർ ഓർക്കുകയാണ്. അവൻ നിങ്ങളോടൊരു താങ്ക്സ് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് ഷാർ ഇപ്പൊ പറയുന്നുണ്ട്. ഷാറിനെ കൊണ്ടുപോകാൻ ഇപ്പോൾ ഹിനാവോ വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അവള് ഹിനാവോയോടൊപ്പം പോവുകയാണ്. ഇനാസുമയോ, അതാരാന്ന് ഇപ്പൊ ഹാക്കുരി ചോദിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട് റാക്കുസായിച്ചി വെച്ച് കണ്ട പയ്യനില്ലേ, അവനെ തന്നെ സ്വയം വിളിക്കുന്നത് മിസ്റ്റർ ഇനാസുമ എന്നാണെന്ന്. മിസ്റ്റർ ഇനാസുമ, കിടിലം പേരാണല്ലോ എന്നിപ്പോ ഹാക്കുരി പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഓക്കെ ആണല്ലോ, സന്തോഷം എന്നിപ്പോ ഹ്യൂക്കി പറയുന്നു. ഹ്യൂക്കി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് ഇവിടെ സമാധാനം നിലനിർത്തി ശക്തിയില്ലാത്ത ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് കമുനാബിയുടെ ഡ്യൂട്ടിയാണ്. എന്നിട്ടും ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ അഴിഞ്ഞാട്ടമാണ് ഈ ജപ്പാനിൽ. അതിന് കാരണം ഇപ്പൊ കമുനാബിയിൽ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടത്ര ആളുകൾ ഇല്ലാത്തതാണ്. ഇന്നലെ ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കിടിലമായിട്ട് ആ മിഷൻ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞത്. സോ താങ്ക് യു ഗൈസ്. പക്ഷെ ജീവൻ പണയം വെച്ച് ഇന്നലെ ചിഹിരോയും ഹാക്കുരിയും കൂടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരുമാതിരി മറ്റേടത്തെ കാട്ടിക്കൂട്ടലായി പോയി എന്ന് ഇപ്പൊ ശിവ പറയുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് നിങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ശിവ ഒരു പേരന്റ് വഴക്ക് പറയുന്ന പോലെ ഇവരെ വഴക്ക് പറയുന്നുണ്ട്. ഇവരാണെങ്കിലും രണ്ട് കൊച്ചു കുട്ടികളെ പോലെ നിന്നിങ്ങനെ സോറി പറയുന്നു. എൻഡൻ എവിടെയെന്ന് ഇപ്പൊ ചിഹിരോ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഹ്യൂക്കി ആണെങ്കിൽ ഇപ്പൊ എൻഡൻ ചിഹിരോയുടെ അടുത്തേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഷിനുച്ചി ഞാൻ എന്റെ കൊളീഗ്സിന്റെ കൊടുത്തു വിട്ടു, അവരിപ്പോ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൽ കാണുമെന്നും ഹ്യൂക്കി പറയുന്നു. കൊളീഗ്സ് മറ്റേ രണ്ടുപേരാണ്, ഷിനുച്ചി ലേലം വിളിക്കാൻ വന്നവര്. ഇപ്പോ ചിഹിരോയെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാനാണ് ഹ്യൂക്കി ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് റെഡി ആവാൻ അവള് പറയുന്നുണ്ട്. ഷിബ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട് കമുനാബിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നിന്റെ ആ ഡീലിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടു. ഷിനുച്ചി വീണ്ടും സീൽ ചെയ്യാന്നുള്ളതിനാണ് നീ ഇപ്പൊ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും നല്ലൊരു പോയിന്റ് ആണ്. പക്ഷേ ഈ തീരുമാനത്തിൽ നീ 100% ഷുവർ ആണോ? നീ ഹിഷാക്കുയിലുള്ള ഒരുത്തനെ കണ്ടു അല്ലേ? അതേന്നിപ്പോ ചിഹിരോ പറയുന്നുണ്ട്. അതാണ് നിനക്ക് ഇത്ര ടെൻഷൻ, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്ത മൂവ് വളരെ ശ്രദ്ധിച്ചു വേണം. ഷിബയാണെങ്കിൽ തുടർന്ന് പറയുന്നുണ്ട്, അതായത് ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര ആഴത്തില് ഹിഷാക്കു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാവണം. കമുനാബിയുടെ കയ്യിൽ ഷിനുച്ചി എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അതിനർത്ഥം അവരുടെ നെക്സ്റ്റ് മൂവ് അവരിപ്പോ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ കമുനാബിയിൽ ജോയിൻ ചെയ്യുന്നതല്ലാതെ വേറെ ഏതെങ്കിലും വഴിക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തുകൂടെ എന്ന് ഷിബ ചോദിക്കുന്നു. ഹ്യൂക്കി ഇപ്പൊ ഇടയിൽ കയറുന്നുണ്ട്. അവള് ഷിബയോട് ചോദിക്കുന്നു, അതെന്തൊരു വർത്തമാനോ നിങ്ങൾ പറയുന്നേ? വേറെ ഏതെങ്കിലും വഴിക്ക് പ്രിപ്പയർ ചെയ്യാമെന്നോ? കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഇവൻ ഞങ്ങളോടൊപ്പം കമുനാബിയിലേക്ക് വരുന്നു, അത്ര തന്നെ. ടാഫുക്കു ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയുമ്പോൾ തന്നെ കമുനാബി ഷിനുച്ചി അങ്ങ് സീല് ചെയ്ത് തരത്തൊന്നുമില്ല. മേലുദ്യോഗസ്ഥരാണ് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. സീല് ചെയ്ത് അടച്ചു വെക്കാതെ ഈ ഷിനുച്ചി കമുനാബി യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ടാഫുക്കു പറയുന്നു. കാര്യം ഷിനുച്ചിയുടെ ഓണറും കമുനാബിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഷിനുച്ചിയുടെ ആ ഭയങ്കരമായ പവർ ഉപയോഗിച്ച് ഹിഷാക്കുവിന്റെ കയ്യിലിരിക്കുന്ന എൻചാന്റഡ് ബ്ലേഡ്സ് എല്ലാം കൈക്കലാക്കാൻ കമുനാബിക്ക് കഴിയും. പക്ഷെ ഇനി ആരും ഷിനുച്ചി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വാക്ക് റോക്കുഹിര ചിഹിരോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചിഹിരോ ഇപ്പോൾ ടാഫുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ഹിഷാക്കുവിന്റെ കയ്യിൽ നിന്ന് ആ എൻചാന്റഡ് ബ്ലേഡ്സ് തിരിച്ചു പിടിക്കാൻ ഞാൻ
ഞാൻ മറ്റൊരു വഴി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പിന്നെ ഷിനിച്ചു ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇപ്പോൾ ഈ പ്ലാൻ ചിഹിരോ ഹാക്കുരിയെ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. അതായത് ഹിഷാക്കുവിന്റെ കയ്യിൽ നിന്ന് ആ എൻചാന്റഡ് ബ്ലേഡ്സ് മോഷ്ടിക്കാൻ പോവാണ്. ഹാക്കുരിയുടെ പവർ വെച്ചിട്ട് അവൻ ഒരു ഐറ്റം സ്റ്റോർ ഹൗസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഐറ്റവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതൊരു വസ്തുവും എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാമല്ലോ. അതായത് മുൻപ് ചിഹിരോയെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഹാക്കുരിക്ക് ചിഹിരോയുടെ സ്പിരിറ്റ് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് കിടന്ന എൻഡനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ സ്പിരിറ്റ് എനർജി പോലെ തന്നെയാണ് ഈ എറ്റേണൽ കോൺട്രാക്റ്റും. സോഡ് മാസ്റ്റേഴ്സിനെ ഓരോ എൻചാന്റഡ് ബ്ലേഡ്സുമായിട്ടും കണക്ട് ചെയ്ത് നിർത്തുന്നുണ്ടത്. സോ ആ സോഡ് മാസ്റ്റേഴ്സിനെ ഹാക്കുരി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എൻചാന്റഡ് ബ്ലേഡ്സും രജിസ്റ്റർ ആകും. പിന്നെ അത് ഹാക്കുരിക്ക് ഈസി ആയിട്ട് ഹിഷാക്കുവിന്റെ അടുത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തൂടെ. ഇപ്പോൾ നമ്മളെ ആ കമുനാമിയുടെ കസ്റ്റഡിയിലുള്ള ഷിനുച്ചിയുടെ ആ സോഡ് മാസ്റ്റർ കൂടാതെ ബാക്കിയുള്ള 4 എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സിനെ കാണിക്കുന്നുണ്ട്. എൻചാന്റഡ് ബ്ലേഡ്സ് ഏൽപ്പിക്കാനായി കുനിഷികെ റോക്കുഹിര തിരഞ്ഞെടുത്ത വിശ്വസ്തരായ ആളുകൾ. അവരുടെ അടുത്തേക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്ന് ചിഹിരോ ഇവരോട് ചോദിക്കുന്നുണ്ട്. ടാഫുക്കു ആണ് ഇപ്പൊ പറയുന്നത് ഈ 4 പേരെ ഹൈ സെക്യൂരിറ്റിയിൽ ജപ്പാനിലെ ഒരു 4 ഡിഫറന്റ് ആയിട്ടുള്ള സീക്രട്ട് സ്ഥലങ്ങളിൽ കമുനാബി താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവര് മരിച്ചു കഴിഞ്ഞാൽ ആ എൻചാന്റഡ് ബ്ലേഡ്സിന് മേലുള്ള എറ്റേണൽ കോൺട്രാക്ട് മുറിഞ്ഞു പോവുമല്ലോ. സോ ഇവരെ ഗാർഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഡ്യൂട്ടിയിലാണ് കമുനാബിയിലെ ലാർജ് നമ്പർ ഓഫ് ആൾക്കാരെ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. സോ അവരെ കാണാൻ അനുവാദം വേണമെങ്കിൽ അതിന് മേലുദ്യോഗസ്ഥരുടെ ഓതറൈസേഷൻ വേണമെന്ന് ടാഫുക്കു പറയുന്നു. ഇപ്പോഴും ഈ 4 പേരുടെ കാര്യമേ ടാഫുക്കു പറഞ്ഞിട്ടുള്ളൂ. ഷിനുച്ചിയുടെ ഓണറായിട്ടുള്ള ആ സോട്ട് മാസ്റ്ററുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ടാഫുക്കു പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ അത് അറിയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ അത് ഇതിലും വലിയ ടോപ്പ് സീക്രട്ട് ആയിരിക്കും. എന്തായാലും ഈ 4 പേരുള്ളത് 4 കോട്ടകളിലാണ്. ആ കോട്ടകളെ സാൻസോ എന്നാണ് അറിയപ്പെടുന്നത്. സോ ആ 4 ലൊക്കേഷൻസ് ഇതൊക്കെയാണ്: സെൻകുത്സുജി ടെമ്പിൾ, കോക്കുഗോക്കു ഹോട്ട് സ്പ്രിംഗ്, ക്വൻ ടൈഷ ഷ്രൈൻ, പിന്നെ സുഷി സുബാരു. ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഹൈ സെക്യൂരിറ്റി വേണ്ടതുകൊണ്ട് കമുനാബിയിലെ കൂടുതൽ ആൾക്കാർ ഇവിടെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മറ്റു മിഷനൊക്കെ പോകാൻ കമുനാബിയിലെ ആളുകൾ ഇപ്പോൾ കുറവാണ്. സോ അതുകൊണ്ടാണ് ഈ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യാൻ കമുനാബിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഹിയുക്കി ഈ പറഞ്ഞ പോയിന്റ് കേട്ടപ്പോൾ ഹാക്കുരി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ എൻചാന്റഡ് ബ്ലേഡ്സ് എല്ലാം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സോഡ് ബെയറേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം കമുനാബിക്കില്ല. അങ്ങനെ വരുമ്പോൾ കമുനാബിയിലെ ഒരു കൂടുതൽ ആൾക്കാരുടെ സർവീസ് ഈ സൊസൈറ്റിക്ക് കിട്ടും. സോ ഇന്നലെ ആ റാക്കുസായിച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ കുറച്ചുകൂടി കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കാനായിട്ട് കഴിയും അല്ലേ എന്ന്. അതെ, അങ്ങനെ തന്നെയാണെന്ന് ഇപ്പോൾ ഹിയുക്കി പറയുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോഴത്തേക്ക് ഹാക്കുരിക്ക് ഈ മിഷന് വേണ്ടിയിട്ട് ഇറങ്ങാൻ മോട്ടിവേഷനായി. ഹാക്കുരി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത് കണ്ടിട്ട് ഇപ്പൊ ചിഹിരോയും പറയുന്നുണ്ട്, ഹാക്കുരി എനിക്ക് നിന്റെ വലിയൊരു സഹായം വേണ്ടി വരുമെന്ന്. ഉറപ്പായിട്ടും ചിഹിരോ എന്ന് ഇപ്പൊ ഹാക്കുരിയും പറയുന്നു. ഓ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതടാന്ന് ഇപ്പൊ ഷിബയും പറയുന്നുണ്ട്. അങ്ങനെ ഇവരിപ്പോ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഹിയുക്കി പറയുന്നുണ്ട്, നിന്റെ ഈ പ്ലാനൊക്കെ കിടിലമാണ്, പക്ഷെ കമുനാബിയിലെ മേലുദ്യോഗസ്ഥരെ കൺവിൻസ് ചെയ്യാൻ ഇതൊന്നും പോരാ. നിന്റെ ക്യാരക്ടറും പിന്നെ നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ എന്നും ഒക്കെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തിട്ടേ അവരൊരു തീരുമാനം എടുക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം ചിഹിരോ കയ്യിൽ എൻചാന്റഡ് ബ്ലേഡ് ഉള്ള ഒരുത്തൻ, ഹാക്കുരി ആണെങ്കിൽ അവന്റെ കൂട്ടുകാരൻ. ഇങ്ങനെയുള്ള 2 പേരെ എന്ത് വിശ്വാസത്തിൽ അവർ ആ സോട്ട് ബെയറേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും? ചിഹിരോയെ ഇവര് കമുനാബിയിലേക്ക് സെലക്ട് ചെയ്യുമോ എന്നുള്ളതിന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. മാത്രമല്ല നിനക്ക് ചിലപ്പോൾ എന്തെങ്കിലും ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് നിങ്ങൾ സ്വയം തെളിയിക്കണം എന്ന് ഹിയുക്കി പറയുന്നു. ഇപ്പോ ചിഹിരോയുടെ കൈയൊക്കെ ലോക്ക് ചെയ്ത് ഈ മെമ്പേഴ്സിന് മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോ കമുനാബിയുടെ ഹെഡ് ആണെങ്കിൽ ചിഹിരോയുടെ പേര് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കമുനാബിയുടെ ഹെഡ് ആണെങ്കിൽ ചിഹിരോയോട് മുന്നോട്ട് വരാൻ പറയുന്നു. ഇപ്പോൾ പുറകെ തന്നെ ഹാക്കുരിയെ നമുക്ക് കാണാം. ടാഫുക്കും ഹിയുക്കിയും ഇവരുടെ ഒപ്പം ഉണ്ട്. ഷിബ കൂടില്ല. ഷിബ അവിടെ വന്ന് വെറുതെ പ്രശ്നം വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം റോക്കുഹിരയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഈ കമുനാബിയുമായിട്ട് വിഷയം ഉണ്ടാക്കിയിട്ടായിരിക്കുമല്ലോ ഷിബ കമുനാബി വിട്ടത്. റോക്കുഹിരയും പിന്നെ പുള്ളിയുടെ എൻചാന്റഡ് ബ്ലേഡ്സിനെയൊക്കെ പറ്റി പല അഭിപ്രായം അവിടെ ഉള്ളവർക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ കമുനാബിയുടെ ലക്ഷ്യം ആ എൻചാന്റഡ് ബ്ലേഡ്സ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അവിടെ എന്തായാലും നല്ല ചൂടൻ ചർച്ച തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വേണ്ടി വന്നാൽ അസാമി നിന്റെ സൈഡിൽ നിൽക്കും എന്ന് ചിഹിരോയോട് ഷിബ പറഞ്ഞിരുന്നു. അവിടെയുള്ള മന്ത്രവാദികളിൽ ഒരുത്തൻ ഇപ്പൊ ചിഹിരോയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവനെ കണ്ടിട്ട് റോക്കുഹിരയുടെ കട്ടൊന്നും ഇല്ലല്ലോ, ഇവനെ കാണാൻ കുറച്ചുകൂടെ കൊള്ളാമെന്ന്. ഇവൻ റോക്കുഹിരയുടെ മകനാണോ എന്ന് ഉറപ്പിക്കാറായിട്ടില്ല എന്ന് ഇപ്പൊ ആ ഉൾവറിന്റെ താടി വെച്ച മന്ത്രവാദി പറയുന്നുണ്ട്. ഒരു കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന ഒരു മന്ത്രവാദി ഇപ്പൊ ചിന്തിക്കുന്നു, ഇവനെ കാണാൻ റോക്കുഹിരയെ പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോ ചിഹിരോയെയും പിന്നെ എൻഡനും എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ചർച്ച ആരംഭിക്കാൻ പോവാണ്. അപ്പോ ഹിഷാക്കുവിനെ തടയണമെങ്കിൽ ആദ്യം നിനക്ക് ആ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സിനെ മീറ്റ് ചെയ്യണം. എന്താ, അങ്ങനെയല്ലേ? ഇപ്പോൾ നമ്മളെ ഒരു എൻചാന്റഡ് ബ്ലേഡിന്റെ ഓണറിനെ പാർപ്പിച്ചിരിക്കുന്ന ലൊക്കേഷൻ, അതായത് കോക്കുഗോക്കു ഹോട്ട് സ്പ്രിംഗ് കാണിക്കുന്നു. ഹെവി സെക്യൂരിറ്റിയിലാണ് അവരെ അവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എൻചാന്റഡ് ബ്ലേഡ് കയ്യിലുള്ള ആൾക്ക് പോലും മറികടന്ന് പോകാൻ പാടുള്ള ടൈറ്റ് സെക്യൂരിറ്റി. പുറത്തുള്ളവർ ഇവരുടെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് സെക്യൂരിറ്റി ഇത്ര ടൈറ്റ് ആക്കിയിരിക്കുന്നത്. ആ വൂൾവറിന്റെ താടി വെച്ച മന്ത്രവാദി വീണ്ടും പറയുന്നുണ്ട്, റോക്കുഹിരയുടെ മോനെന്നല്ലേ പറഞ്ഞത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? ഇപ്പോൾ ഇവരിവിടെ അതും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് നാളെ കിട്ടൂ. എന്നാ മീറ്റിംഗ് നാളെ വെച്ചാൽ പോരായിരുന്നു?
തരണോ എന്ന് ഒരു മന്ത്രവാദി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അത് പറ്റില്ല എന്ന് മറ്റേ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി പറയുന്നുണ്ട്. കാര്യം ഷിനുച്ചി ഇപ്പൊ ടെമ്പററി ആയിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ അധിക സമയം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് സീൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യണം. സോ അങ്ങനെ ചെയ്യാനാണെങ്കിൽ അതിനു മുമ്പ് ചിഹിരോയുടെ ഈ പ്ലാൻ വർക്കാകും എന്നിവർക്ക് ഉറപ്പ് കിട്ടണം. ഇപ്പൊ ഈ എൻചാന്റഡ് ബ്ലേഡ്സ് ടെലിപ്പോർട്ട് ചെയ്യാനാണല്ലോ പ്ലാൻ. അപ്പൊ ഈ ഹാക്കുരിയുടെ പവർ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ഇവർ പറയുന്നു. അതിപ്പോ തൽക്കാലം പറ്റില്ല എന്ന് ഹിയുക്കി പറയുന്നുണ്ട്. കാര്യം ഇന്നലെ ഈ പവർ ലിമിറ്റും കടന്ന് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഹാക്കുരിയുടെ കണ്ടീഷൻ ലേശം മോശമാണ്. സോ ഇപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡിയാകും. ഇവരിങ്ങോട്ട് കാറിൽ വരുന്ന വഴിക്ക് ഹാക്കുരിയെ കൊണ്ട് ഒരു ബുക്ക് സ്റ്റോർ ഹൗസിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ ഇവർ ട്രൈ ചെയ്തിരുന്നു. അപ്പൊ തന്നെ അവന്റെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഹിയുക്കി ആണെങ്കിൽ ഇപ്പോൾ മേലുദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, ഇവന്റെ പവർ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടതാണ്, നമുക്ക് നല്ല യൂസ് ആകും. പക്ഷെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഹിരോയാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. ചിഹിരോ പറഞ്ഞാലേ ഹാക്കുരി അത് ചെയ്യൂ. ആ വൂൾവറിന്റെ താടി വെച്ച മന്ത്രവാദി ഇപ്പൊ പറയുന്നുണ്ട്, പക്ഷെ അതിനാദ്യം ഇവനെ വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് നമുക്ക് തെളിയണം. എങ്കിൽ മാത്രമേ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സിന്റെ അടുത്തേക്ക് ഇവനെ വിടാൻ പറ്റൂ. സോ ഇപ്പൊ ക്ലൗഡ് ഗൗജറിന് എന്ത് പറ്റിയെന്ന് അയാൾ ചിഹിരോയോട് ചോദിക്കുന്നു. അത് നശിച്ചു പോയി ഇപ്പൊ ചിഹിരോ പറയുന്നത് കേട്ടിട്ട് ഇയാൾ ഞെട്ടുന്നുണ്ട്. ഹാ ബെസ്റ്റ്, നല്ല തുടക്കം. അപ്പൊ ഇങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നേ? ശരി, നീ ഇനിയിപ്പോ ശരിക്കും റോക്കുഹിരയുടെ മകനാണെന്ന് തന്നെ വെച്ചോ. ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും നിനക്കറിയായിരിക്കുമല്ലോ. അവിടെ ആ മലമുകളില് കുനിഷിക റോക്കുഹിരയ്ക്ക് ഒരു ഒളിത്താവളം സെറ്റ് ചെയ്ത് കൊടുത്തത് ഇവിടെ ഇരിക്കുന്ന ഈ ആൾക്കാർ തന്നെയാണല്ലോ. നീ ആ താവളത്തിൽ റോക്കുഹിരയ്ക്കൊപ്പം അല്ലേ കഴിഞ്ഞിരുന്നത്? അപ്പൊ നിനക്ക് ഇവരെ അറിയായിരിക്കുമല്ലോ. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, ആ സ്ഥലമൊക്കെ സെറ്റ് ആക്കിയ ശേഷം അച്ഛനാണ് എന്നെ കൊണ്ടുപോയത് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പോ നീ റോക്കുഹിരയുടെ മകനാണെന്ന് നീ പറയുന്ന തെളിവേ ഞങ്ങൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വീണ്ടും എന്തോ ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് ചിഹിരോ ഇടയിൽ കയറി പറയുന്നുണ്ട്, എന്റെ ഐഡന്റിറ്റി ചെകയുന്നത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു വാക്ക് തരാനേ എന്നെ കൊണ്ട് കഴിയൂ. ഞാൻ ആരാണ് എന്നുള്ളത് വിട്ടേക്കൂ. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യണം. സോജോയെ തടഞ്ഞത് ഞാനാണ്. റാക്കുസായിച്ചി അവസാനിപ്പിച്ചത് ഞാനാണ്. ഇപ്പോ ഷിനുച്ചി നിങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചതും ഞാൻ തന്നെ. ഞാൻ ഈ ചെയ്ത എന്തെങ്കിലും കാര്യം കൊണ്ട് കമുനാബിക്ക് ദോഷം വന്നിട്ടുണ്ടോ? ദോഷം വന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ചെലവാക്കാനിരുന്ന എന്തുമാത്രം പൈസയാണ് ഞാൻ നിങ്ങൾക്ക് ലാഭിച്ചു തന്നത്. ഇവൻ ഈ പറഞ്ഞത് ശരിയാണല്ലോ എന്നിപ്പോ ഒരു മന്ത്രവാദി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹിയുക്കി ഇപ്പൊ പറയുന്നുണ്ട്, ഇവൻ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സിനെ ഉപദ്രവിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കലും ചിഹിരോ അങ്ങനെ ചെയ്യില്ല. കാരണം ചിഹിരോ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ ടാർഗറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോ ഹിയുക്കി ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ആരെയും അംഗീകരിക്കാറില്ല എന്ന് ആ മാസ്ക് വെച്ച മന്ത്രവാദി പറയുന്നുണ്ട്. വേറൊരു മന്ത്രവാദി ആണെങ്കിൽ പറയുന്നു, ഹിയുക്കി എന്നെ പറ്റി പോലും ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ആ വൂൾവറിന്റെ താടി വെച്ചവൻ ഇപ്പൊ പെട്ടെന്ന് വന്ന് പറയുന്നുണ്ട്, നീ ചെയ്ത കാര്യങ്ങൾ വെച്ച് നിന്നെ ജഡ്ജ് ചെയ്യാൻ അല്ലേ? നിന്നെ കണ്ടിട്ട് എനിക്ക് കുറച്ച് ചോരത്തളപ്പ് കൂടിയ ഒരു തല തെറിച്ച ചെക്കനായിട്ടാ തോന്നുന്നത്. ശരി, നീ ആ എൻചാന്റഡ് ബ്ലേഡ്സ് ഹിഷാക്കുവിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചെന്ന് തന്നെ വെച്ചോ. പിന്നെ നീ എന്ത് ചെയ്യും? അത് ഞങ്ങളെ ഏൽപ്പിക്കുവോ? ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇവനിപ്പോ വീണ്ടും പറയുന്നു, നീ റോക്കുഹിരയുടെ മകൻ തന്നെ. ഇനിയിപ്പോ ആ കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ഒന്നും വേണ്ട. അവന്റെ അതേ ധിക്കാരം, മണ്ടത്തരം, പിടിവാശി എല്ലാം നിനക്കുണ്ട്. ഇപ്പോഴത്തെ കമുനാബിയുടെ ഈ സിറ്റുവേഷൻ ഞങ്ങൾ എങ്ങനെയാ മറികടക്കാൻ പോകുന്നതെന്ന് നീ കേട്ടോ. നിന്നെ ഞങ്ങൾ അങ്ങ് കൊല്ലും. എന്നിട്ട് നിന്റെ കയ്യിലുള്ള എൻഡൻ കമുനാബിയിലുള്ള ഒരാൾക്ക് കൈമാറും. കമുനാബിക്ക് ഗുണമുള്ള ഒരു തീരുമാനം അതായിരിക്കും. ഇവനിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ചിഹിരോയുടെ നേർക്ക് തിരിഞ്ഞത് കണ്ടപ്പോഴത്തേക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് അസാമിയൊക്കെ അവിടെ തയ്യാറാകുന്നുണ്ട്. വയ്യാത്ത കണ്ടീഷനിലായിട്ട് കൂടി ഹാക്കുരി റെഡിയാകുന്നുണ്ട്. ഉടനെ ഇപ്പൊ ഒരാൾ ആ റൂമിലേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, കുറച്ചു മുൻപ് കോക്കു കോട്ട ആരോ ആക്രമിച്ചു എന്ന്. ഇപ്പോ ആർക്കും കീഴടക്കാൻ പറ്റില്ല എന്ന് ഇവർ വിശ്വസിച്ചിരുന്ന ആ ഹൈ സെക്യൂരിറ്റി ഉള്ള സീക്രട്ട് ലൊക്കേഷൻസിൽ ഒന്നാണിത്. എല്ലാം ഓക്കെ ആണോ എന്ന് ഇപ്പൊ ഇവർ വന്ന ആളോട് ചോദിക്കുന്നുണ്ട്. അയാളിപ്പോ പറയുന്നുണ്ട്, ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ അതേ ലെവലിലുള്ള പവർ വെച്ച് കുറെ അസാസിൻസ് വന്ന് ആക്രമിക്കുകയായിരുന്നു. കോട്ട പൂർണ്ണമായിട്ടും തകർന്നു. അതേപോലെ തന്നെ കയ്യിൽ ഫ്ലെയിം സിമ്പൽ പച്ച കുത്തിയ ഒരാളെയും അവിടെ കണ്ടിരുന്നു എന്ന് ഇയാൾ പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന എൻചാന്റഡ് ബ്ലേഡിന്റെ ഓണർ ആയിരുന്നു ഉറുഹ കൊല്ലപ്പെട്ടോ എന്ന് ഒരു മന്ത്രവാദി ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് ഹിഷാക്കുവിന്റെ അടുത്ത മൂവ് എന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. അതായത് ഡയറക്റ്റ്ലി വാളിന്റെ ഓണേഴ്സിനെ പോയി അങ്ങ് തീർക്കുക. എന്നാലും ഈ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ സെയിം ലെവലിലുള്ള പവർ വെച്ചിട്ട് ഇങ്ങനെ കുറെ പേര് എങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്തു എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. അത് പോസിബിൾ ആണെന്ന് ചിഹിരോയ്ക്ക് പക്ഷേ അറിയാമല്ലോ. മുൻപ് സോജോയും ടെൻറിയും ഒക്കെ ചെയ്ത പരിപാടി തന്നെ ഡാറ്റൻസെക്കി. അവരുടെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഡാറ്റൻസെക്കി ഉണ്ട് എന്ന് ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഇതിന്റെ റിസർച്ചിനും പരിപാടിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് സോജോയുടെ കയ്യിൽ അവർ ആ എൻചാന്റഡ് ബ്ലേഡ് ഏൽപ്പിച്ചത്. ഒന്നും ഹിഷാക്കു വെറുതെ ചെയ്തതല്ല.
അവരിപ്പോൾ തയ്യാറായിരിക്കുന്നു. ഇനി അവർ ബാക്കി സോഡോണേഴ്സിനെയും അറ്റാക്ക് ചെയ്യും. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ മുൻപ് പറഞ്ഞത് ശരിയാ. എൻചാൻറ്റഡ് ബ്ലേഡ്സ് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ അത് കമുനാബിക്കോ അല്ലെങ്കിൽ മറ്റാർക്കും കൈമാറണമെന്ന് എനിക്കില്ല. എൻ്റെ കയ്യിൽ അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ശത്രുക്കളാകും. പിന്നെ എന്നെ കൊന്നിട്ട് എൻ്റെ നീ കമുനാബിയിലുള്ള മറ്റാർക്കെങ്കിലും കൈമാറുമെന്ന് പറഞ്ഞ പ്ലാൻ കൊള്ളാം. റിസ്ക് കുറവാണ്, നല്ലൊരു പ്ലാനാണ്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. എന്തായാലും ഒരു പുതിയ യൂസറിന് ഒറ്റ രാത്രി കൊണ്ടൊന്നും എൻ്റെ മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാര്യങ്ങൾ പെട്ടെന്ന് നടന്നാലേ നിങ്ങൾക്ക് ഹിഷാക്കുവിനെ തടയാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഞാനാ. ആ വൂൾവറീന്റെ താടി വെച്ചവനിപ്പോ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ചിഹിരോയോട് പറയുന്നുണ്ട്, നിർത്തടാ പീറ ചെറുക്ക. ഇപ്പൊ ആ മാസ്ക് വെച്ച മന്ത്രവാദി പെട്ടെന്ന് ഇയാളെ തടയുന്നുണ്ട്. മറ്റൊരു മന്ത്രവാദി ആണെങ്കിലും പറയുന്നു, ഇവൻ ആള് കൂളാണല്ലോ, ശരിക്കും ഇവൻ റോക്കുഹിരയുടെ മകൻ തന്നെയാ. ഇവരുടെ ഹെഡ് ആണെങ്കിൽ ഇപ്പോ ചിഹിരോയുടെ വിലം കഴിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്നിപ്പോ ആ വൂൾവറിയും ചോദിക്കുന്നുണ്ട്. ഇവൻ പറഞ്ഞത് ശരിയാ, നമ്മുടെ മുന്നിൽ ഇനി കളയാൻ അധികം സമയമില്ല. അതുകൊണ്ട് എൻ്റെ പുതിയൊരാളെ ഏൽപ്പിക്കുന്നതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. സോ ഇപ്പോ ഹിഷാക്കുവിനെ തടയുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ചിഹിരോയെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോവാണെന്ന് ഈ ഹെഡ് പറയുന്നു. പക്ഷേ എൻചാൻറ്റഡ് ബ്ലേഡ്സ് നിന്റെ ഇഷ്ടത്തിന് വിട്ടുതരാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് കിട്ടിയെന്ന് ഇയാൾ പറയുന്നുണ്ട്. അതായത് എൻചാൻറ്റഡ് ബ്ലേഡിന്റെ ഓണറായിട്ടുള്ള ഉറുഹ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഉറുഹ ആ കോട്ടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിഹിരോയോടും ഹാക്കുരിയോടും ഇപ്പൊ ഹെഡ് പറയുന്നുണ്ട്, ഞങ്ങൾ ഗൈഡൻസ് തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉറുഹയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അവരെ പോയി പ്രൊട്ടക്ട് ചെയ്യാൻ. ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടോടുന്ന ആ സോഡ് ബെയറർ യോജി ഉറുഹ, പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന എൻചാൻറ്റഡ് ബ്ലേഡ് ആണ് കുമയൂരി. 18 വർഷങ്ങൾക്ക് മുമ്പ് റോക്കുഹിര ഈ എൻചാൻറ്റഡ് ബ്ലേഡ് ഉറുഹയെ വിശ്വസിച്ചേൽപ്പിച്ചു. അത് വെച്ച് പുള്ളി സൈറ്റ യുദ്ധത്തിൽ പോരാടി. ഇപ്പോൾ എന്റെ ജീവിതത്തിലെ ഹൈ പോയിന്റ് അതായിരുന്നു എന്ന് ഉറുഹ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ റോക്കുഹിരയുടെ ഒരു കട്ട ഫാൻ ബോയ് ആണ്. റോക്കുഹിരയെ പോലെയുള്ള ഒരാൾ 1,000,000 കാണൂ എന്നൊക്കെയാണ് ഉറുഹ പറയുന്നത്. റോക്കുഹിര എപ്പോഴും ഭയങ്കര കൂളായിരിക്കും. അതേപോലെ തന്നെ പുള്ളിയുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേക ശക്തിയുണ്ട്. റോക്കുഹിരയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു എന്നും ഉറുഹ പറയുന്നുണ്ട്. യുദ്ധം അവസാനിച്ച ശേഷം റോക്കുഹിര പറഞ്ഞതനുസരിച്ച് ഉറുഹ ഈ കുമയൂരി എന്ന് പറയുന്ന എൻചാൻറ്റഡ് ബ്ലേഡ് റോക്കുഹിരയ്ക്ക് തന്നെ കൈമാറി. ശേഷം റോക്കുഹിരയെ ഈ ഉറുഹ കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ടൊരു 15 വർഷത്തേക്ക് റോക്കുഹിരയെ പറ്റി ഒന്നും ഉറുഹ കേട്ടിട്ടില്ല. പിന്നീട് ഉറുഹ കമുനാബിയിൽ നിന്ന് അറിയുന്നുണ്ട്. അതായത് റോക്കുഹിരയെ ഹിഷാക്കു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൊന്നെന്നും ആ എൻചാൻറ്റഡ് ബ്ലേഡ്സ് അവർ തട്ടിയെടുത്തോണ്ട് പോയെന്നും. ക്ലൗഡ് ഗൗജറിന്റെ ഓണറായിട്ടുള്ള മിസാക്കയെയും ഹിഷാക്കു കൊന്നു. അതേപോലെ തന്നെ ഇനി ബാക്കി സോഡ് ബെയറേഴ്സിനെ കൂടെ കൊല്ലുക എന്നുള്ളതാണ് അവന്മാരുടെ ലക്ഷ്യം എന്നും കമുനാബി ഉറുഹയോട് പറയുന്നുണ്ട്. ഹിഷാക്കു നമ്മുടെ ഈ മൊത്തം സ്റ്റേറ്റിന്റെ ശത്രുക്കളാണ്. മുഴുവൻ സോഡ് ബെയറേഴ്സിനെയും കൊന്ന് ആ എൻചാൻറ്റഡ് ബ്ലേഡ്സിന്റെ എല്ലാ ആക്സസ് അവർ സ്വന്തമാക്കിയാൽ പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണ്ട് സേവ് ചെയ്ത ഈ രാജ്യം ഒന്നടങ്കം നശിച്ചു പോകും. പക്ഷെ എന്ത് വില കൊടുത്തു അങ്ങനെ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഇപ്പൊ ആ കമുനാബി ടീമിലുള്ള ആള് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ കോക്കുഗോക്കു കോട്ടയില് 14 മിടുക്കന്മാരായിട്ടുള്ള കമുനാബി മന്ത്രവാദികളുടെ സംരക്ഷണയിൽ യോജി ഉറുഹ ഒളിച്ചു താമസിക്കാൻ തുടങ്ങിയത്. നോർത്തേൺ ടൊയാമയിലുള്ള ഒരു ചൂട് നീരുറവയൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. സോ എന്നും ഈ ചൂടുവെള്ളത്തിൽ ഈ സെയിം ആൾക്കാരോടൊപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കുളിക്കാറുണ്ടെന്ന് ഉറുഹ പറയുന്നുണ്ട്. ഇപ്പോ ഈ ആക്രമണം നടക്കുന്നതിന് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കമുനാബി മന്ത്രവാദികളിൽ ഒരുത്തൻ ഉറുഹയോട് പറയുന്നുണ്ട്, 7ാമതൊരു എൻചാൻറ്റഡ് ബ്ലേഡുമായിട്ട് ഒരുത്തൻ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ട്. റോക്കുഹിരയുടെ മകനാണെന്നാണ് അവൻ അവകാശപ്പെടുന്നത്. പക്ഷെ ആ കാര്യം ഇതുവരെ നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നൊക്കെ. ഇത് കേട്ട ഉറുഹ പറയുന്നുണ്ട്, ഇതിലെന്താ ഇപ്പൊ ഇത്ര സംശയം, കള്ളനാകാനേ വഴിയുള്ളൂ. എന്നാലും അവന്റെ ഒരു ധൈര്യം നോക്കിക്കോണേ, റോക്കുഹിരയുടെ മകനാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. മകനല്ലാന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് മറ്റവനിപ്പോ ചോദിക്കുന്നുണ്ട്. എനിക്കത് ഉറപ്പാണ്, റോക്കുഹിരയെ കൊണ്ട് ഒരു കൊച്ചിനെ നോക്കാനൊന്നും പറ്റൂല എന്നിപ്പോ ഉറുഹ പറയുന്നു. ഏത് നിമിഷവും ചാകാനായിട്ട് റെഡിയായിട്ടാണ് ഉറുഹ ഇപ്പൊ ഇരിക്കുന്നത്. കാര്യം 3 വർഷം മുമ്പ് റോക്കുഹിരയുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴേ ജീവിക്കാനുള്ള എന്റെ കൊതിയൊക്കെ തീർന്നു എന്ന് ഉറുഹ പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഉടനെ ഹിഷാക്കു അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരുന്നത്. കമുനാബി ടീം ആണെങ്കിൽ ഇപ്പൊ ഉറുഹയെ പെട്ടെന്ന് അവിടുന്ന് സേഫ് ആക്കിയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കാര്യം വിളിച്ചു പറയുന്നു. അവരിപ്പോ ഒരു ഡോറ് തുറന്ന് ഉറുഹയെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഗാർഡ് എന്നിട്ട് ഇപ്പൊ ഉറുഹയോട് പറയുന്നു, ഈ ഹിഷാക്കു ടീമിന്റെ കയ്യിൽ എന്തോ വിയേർഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ട്. എൻചാൻറ്റഡ് ബ്ലേഡ്സിന്റെ സെയിം സ്പിരിറ്റ് എനർജി റിയാക്ഷൻ ആണ്. സോ അവന്മാരെ ഞങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടാക്കി തരാം. സോ എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. നിങ്ങളുടെ ജീവൻ അവന്മാരെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല.
അങ്ങനെ ആ കമുനാബി മെമ്പർ പറഞ്ഞതനുസരിച്ച് കോക്കുഗോക്കു കോട്ടയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള അറ്റഗോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉറുഹ എത്തിയിരിക്കുകയാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചറിയിച്ച് ഇങ്ങോട്ടേക്ക് ബോഡി ഗാർഡ്സിനെ വിടാമെന്നും ആ മന്ത്രവാദി ഉറുഹയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ സ്റ്റേഷനിലെത്തിയ ഉറുഹ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ആ കാവലിൽ നിന്നവർക്ക് പോലും ഈ ഹിഷാക്കു ടീമിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കമുനാബി എനിക്ക് വേണ്ടി ഏത് പുതിയ ബോഡി ഗാർഡ്സിനെ ആയിരിക്കും അയക്കാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് അസാമിയുടെയോ ഹീക്കിയുടെയോ എങ്കിലും പവർ ലെവലിലുള്ള വാരിയേഴ്സ് വന്നിട്ടേ കാര്യമുള്ളൂ. കണ്ടിട്ട് അടുത്ത് ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ഈ ബോഡി ഗാർഡ്സ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറുഹ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞയച്ച ഹാക്കുരി ഉറുഹയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നിങ്ങളല്ലേ ഉറുഹ എന്ന് അവൻ ചോദിക്കുന്നു. ഹാക്കുരി ഇപ്പോൾ പുള്ളിയുടെ പ്രൊട്ടക്ഷനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഉറുഹ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. തെളിവ് കാണിക്കുക, ബാഡ്ജ് എന്തെങ്കിലും കാണിക്കുക എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഹാക്കുരി ഇപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിനുശേഷം പുള്ളി ഹാക്കുരിയോട് ചോദിക്കുന്നു, ഞാനാണ് ഉറുഹ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന്? അത് ഇയാളുടെ ഈ രൂപവും പരിങ്ങലും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. ഇപ്പോൾ എന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്, ഞങ്ങൾ 2 വഴിക്ക് നിങ്ങളെ തെരഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു എന്ന് ഹാക്കുരി പറയുന്നുണ്ട്. ഉറുഹ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് പറയുന്നുണ്ട്, സംഗതി കുറച്ച് സീനാണ്, കാര്യം ഹിഷാക്കു ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഹാക്കുരി പറയുന്നുണ്ട്, 3 പേരുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉറുഹ ഇപ്പൊ പറയുന്നുണ്ട്, 3 അല്ല 4 മന്ത്രവാദികളുണ്ട്, നിന്നെ കൊണ്ട് അവരെ കൊല്ലാൻ സാധിക്കുമോ? ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ ഉറുഹയുടെ കയ്യിലിരിക്കുന്ന വാള് പ്രത്യേകതരം വാള് വല്ലതും ആണോ എന്ന് ചോദിക്കുന്നു. ഉറുഹ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, അല്ല, അതെന്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ വാളാണെന്ന്. ഹാക്കുരി ആണെങ്കിൽ ഇപ്പോൾ ചിഹിരോ മുൻപ് ഹാക്കുരിയോട് പറഞ്ഞൊരു കാര്യം ആലോചിക്കുകയാണ്. അതായത് ഹാക്കുരി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഹാക്കുരിക്ക് 2 ടെക്നിക്സ് ഉപയോഗിക്കാനുള്ള പവർ ഉണ്ടല്ലോ, പക്ഷേ നോർമലി ഒരാളുടെ ശരീരത്തിൽ ഒരു ടൈപ്പ് ഓഫ് സ്പിരിറ്റ് എനർജിയെ ഉണ്ടാവാറുള്ളൂ. അതിന്റെ കപ്പാസിറ്റി ആണെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും താനും. ഒരു എൻചാന്റഡ് ബ്ലേഡുമായിട്ട് ഒരാൾ എറ്റേണൽ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ അയാൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അത് അയാളുടെ ശരിക്കുള്ള മന്ത്രവിദ്യ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് മുൻപ് സ്റ്റോർ ഹൗസിന്റെ ആ പവർ കൈമാറുമ്പോൾ ഇസോ ടെക്നിക്ക് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടും എന്ന് ക്യോര സോയയോട് പറഞ്ഞിരുന്നല്ലോ, ഏതാണ്ട് അതേ ടൈപ്പ് ഓഫ് മെക്കാനിസം. സോ ഈ എറ്റേണൽ കോൺട്രാക്ട് ഉള്ളവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം അവർക്കിപ്പോൾ മന്ത്രവിദ്യയെ ഉപയോഗിക്കാൻ പറ്റില്ല, അവരുടെ കയ്യിൽ ഇപ്പോൾ എൻചാന്റഡ് ബ്ലേഡ്സും ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് ബോഡി ഗാർഡ്സിന്റെ ആവശ്യമുള്ളതെന്ന് ചിഹിരോ ഹാക്കുരിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ പ്രസന്റിലെ ആ ഹിഷാക്കു ടീം ആണെങ്കിൽ അവിടുന്ന് ജമ്പ് ചെയ്ത് നേരെ ഉറുഹയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ പുറകിലേക്ക് മാറിക്കോ, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹാക്കുരി മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അവനിപ്പോൾ ഇസോ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അവനങ്ങ് വീഴുകയാണ്. അവനാകെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണല്ലോ. നിനക്ക് എന്താ പറ്റിയെന്ന് ഇപ്പോൾ ഉറുഹ ചോദിക്കുന്നുണ്ട്. മറ്റവന്മാരിപ്പോൾ ഉറുഹയ്ക്ക് നേരെ പാഞ്ഞു വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉറുഹയ്ക്ക് ജീവിക്കാൻ കൊതിയൊന്നും ഇല്ലെങ്കിലും മറ്റേ കമുനാബി മെമ്പർ അവിടുന്ന് ഉറുഹയെ രക്ഷപ്പെടുത്തി വിടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിടുന്നത്, അതുകൊണ്ട് എന്ത് വന്നാലും സർവൈവ് ചെയ്തോണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഇപ്പൊ ഇത് മനസ്സിൽ ഓർത്തിട്ട് ആ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഉറുഹ വാളൊറയിൽ നിന്നെടുത്ത് ആ വന്നവന്റെ കൈ വെട്ടുന്നുണ്ട്. എന്നിട്ടിപ്പോ നെക്സ്റ്റ് ഒരു മന്ത്രവാദം ചെയ്യാൻ പോകുന്നവന്റെ നേരെ ആ തൊപ്പി എടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് ജമ്പ് ചെയ്ത് എന്ന് അവനെ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവന്മാരെയും വെട്ടി തള്ളുന്നുണ്ട്. കുറെ ആയി ദേഹം ഒന്ന് അനങ്ങിയിട്ട്, അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പൊ ഉറുഹ പറയുന്നു. ഹാക്കുരി ഇപ്പൊ പുള്ളിയുടെ സ്കില്ല് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഒരു സാധാരണ വാള് വെച്ചിട്ട് 4 മന്ത്രവാദികളെയാണല്ലോ പുള്ളി വെട്ടി തള്ളിയതെന്ന് ഇവൻ ചിന്തിക്കുന്നു. ഇപ്പോൾ എന്തായാലും കോട്ടയിൽ വെച്ച് ഇവന്മാർ ഉപയോഗിച്ച ആ വിയേഡായിട്ടുള്ള വെപ്പൺസ് ഇവന്മാരിപ്പോൾ ഇവിടെ ഉപയോഗിച്ചില്ല. അത് ഇവന്മാരുടെ കയ്യിൽ അധികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും എന്ന് ഉറുഹ ഇങ്ങനെ ചിന്തിക്കുന്നു. ഡാറ്റൻ സെക്കിയുടെ കാര്യമാണ് പുള്ളി പറയുന്നത്. വീണ്ടും ഇപ്പൊ കുറെ നാറുകൾ ഇവരെ പിടിക്കാനായിട്ട് പടി കയറി വരുന്നുണ്ട്. ഷെടാ, ഇതിനൊരു അവസാനമില്ലേ? ഈ ഹിഷാക്കുവിന് വേണ്ടി പണിയെടുക്കുന്ന എത്ര ചെറ്റകളുണ്ടപ്പോ ഇവിടെ എന്ന് ഉറുഹ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ട്രെയിനിന്റെ ഡോർ അടയ്ക്കാനായിട്ട് പോവാണ്. അവൻ വേഗം ഇപ്പൊ ഉറുഹയും വിളിച്ചുകൊണ്ട് ട്രെയിനിനകത്തേക്ക് കയറുന്നുണ്ട്. അകത്തിപ്പോ നോക്കുമ്പോഴെന്താ, അതിനുള്ളിൽ ഇവന്മാരുടെ ആളുകളുണ്ട്. കോപ്പ് ഇവന്മാര് എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ഇവന്മാര് വളഞ്ഞിരിക്കുകയാണെന്ന് ഇപ്പൊ ഉറുഹ പറയുന്നു. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, അല്ല, അവന്മാരെ നമ്മളാ വളഞ്ഞിരിക്കുന്നതെന്ന്. ആ നിൽക്കുന്നവന്മാരുടെ ചുറ്റിനും ഇപ്പൊ ഇങ്ങനെ ഈ കൊമളകൾ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് കാണാം. ആരുടെ എൻട്രി ആണെന്ന് അറിയാമല്ലോ. തൊട്ട് പുറകിലത്തെ കോച്ചിൽ ചിഹിരോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പുറകിൽ എന്താണെന്ന് ഇപ്പോൾ ഒരുത്തം പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലത്തെ കോച്ച് കാലിയാണ്. അവിടെ ആരോ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി ഇവൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ചിഹിരോ നിഷിക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഇവന്മാരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. 3 അവൻ വെട്ടി തള്ളിയിട്ടുണ്ട്. നിങ്ങളെ കണ്ടതിൽ സന്തോഷം മിസ്റ്റർ ഉറുഹ, എന്റെ അച്ഛൻ നിങ്ങളെപ്പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിഹിരോ പറയുന്നു. ഇവന്റെ കയ്യിലിരിക്കുന്നത് ഒരു എൻചാന്റഡ് ബ്ലേഡ് അല്ലേ?
അപ്പോൾ മുൻപ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്ന റോക്കുഹിരയുടെ മകനെന്ന് പറഞ്ഞവൻ ഇവനാണോ എന്ന് ഉറുഹ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പോൾ ഉറുഹയോട് പറയുന്നുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളായിരിക്കും നിങ്ങളുടെ ബോഡി ഗാർഡ്സ്, നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഇത് ഞങ്ങളുടെ വാക്കാണ്. ഇപ്പോൾ ചിഹിരോയുടെ ആ കണ്ണും മൊത്തത്തിലുള്ള ആ ഒരു കോൺഫിഡൻസും ഒക്കെ കാണുമ്പോൾ ഉറുഹയ്ക്ക് പെട്ടെന്ന് തന്നെ റോക്കുഹിരയെ ഓർമ്മ വരുന്നുണ്ട്. ഇത് അദ്ദേഹം തന്നെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും മിസ്റ്റർ റോക്കുഹിര എന്നിപ്പോ ഉറുഹ വിളിച്ചു പറയുന്നുണ്ട്. ഇയാളിത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് ചിന്തിച്ച് ചിഹിരോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ ചിഹിരോയുടെ ചെവി പറയുന്നുണ്ട് ഇങ്ങർക്കൊരു അരപ്പിരി ലൂസാണെന്ന്. ചിഹിരോ ഇപ്പോൾ പാസഞ്ചേഴ്സിനെ എല്ലാം ഒരു സെപ്പറേറ്റ് കോച്ചിലേക്ക് മാറ്റി. അതേപോലെ അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ അവരെ എല്ലാം അവിടെ ഇറക്കും. പിന്നെ ഇവർ നേരെ പോകാൻ പോകുന്നത് സെങ്കുത്സുജി ടെമ്പിളിലേക്കായിരിക്കും. അതും ഒരു സാൻസോയാണല്ലോ, അതായത് ഈ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സിനെ പാർപ്പിക്കുന്ന സ്ഥലം. അവിടെ ഉറുഹയെ സേഫ് ആയിട്ട് എത്തിക്കുമെന്ന് ചിഹിരോ പറയുന്നു. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി മിസ്റ്റർ റോക്കുഹിര എന്നിപ്പോ ഉറുഹ പറയുന്നുണ്ട്. അല്ല, മിസ്റ്റർ എന്നൊന്നും വിളിക്കണ്ടെന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്. ഇപ്പോൾ റോക്കുഹിരയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ചിഹിരോയുടെ വീട്ടിലുണ്ടായിരുന്നു. ഉറുഹ ഇപ്പോൾ ചിഹിരോയെ ഇങ്ങനെ കണ്ണ് തള്ളി നിന്ന് നോക്കുകയാണ്. ചിഹിരോ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. ഞാൻ ആ എൻചാന്റഡ് ബ്ലേഡ് ഒന്ന് കയ്യിലെടുത്തോട്ടെ, കുഴപ്പമുണ്ടോന്നിപ്പോൾ ഇയാൾ ചോദിക്കുന്നു. കയ്യിലെടുത്തോട്ടെ എന്നോ, എന്താ കൊച്ചുങ്ങളെയൊക്കെ കയ്യിലെടുക്കുന്ന പോലെയോ എന്നിപ്പോൾ ഹാക്കുരി ചോദിക്കുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ദേ നോക്കിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനു മുമ്പ് ഞാൻ റോക്കുഹിരയുടെ മകനാണോ എന്ന് ഉറപ്പുവരുത്തണോ എന്നൊന്നും നിങ്ങൾക്കില്ലേ എന്ന് ചിഹിരോ ഇയാളോട് ചോദിക്കുന്നു. ഉറുഹ ഇപ്പോൾ പറയുന്നുണ്ട്, എന്തൊരു പൊട്ടത്തരമായി പറയുന്നേ, നീ റോക്കുഹിരയുടെ മകനാണെന്നല്ല, സാക്ഷാൽ റോക്കുഹിര തന്നെയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു സംശയവും ഇല്ല. ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ ചിഹിരോയുടെ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാളുടെ നോട്ടമൊക്കെ ഒരുമാതിരിയാണല്ലോ എന്ന്. 18 വർഷങ്ങൾക്ക് ശേഷം റോക്കുഹിരയെ വീണ്ടും കാണുന്നത് പോലെയുണ്ട് എനിക്കിപ്പോ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ 7ാമത്തെ എൻചാന്റഡ് ബ്ലേഡ് തന്നെ വലിയൊരു തെളിവല്ലേ. എന്തൊരു അമൂല്യമായിട്ടുള്ള വസ്തുവാണിത്. ഇത് കണ്ടാൽ തന്നെ അറിയാം റോക്കുഹിരയുടെ ഒറിജിനൽ വർക്കാണ്. ഇയാളിപ്പോ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിക്കുന്നത് പോലെയാണല്ലോ ആ വാള് പിടിച്ചിരിക്കുന്നതെന്ന് ഹാക്കുരി ചിന്തിക്കുന്നുണ്ട്. സെയ്റ്റേ യുദ്ധത്തിന് ശേഷം കമുനാബിയിലുള്ള ചിലർ തന്നെ എൻചാന്റഡ് ബ്ലേഡ്സിനും റോക്കുഹിരയ്ക്കും എതിരെ തിരിഞ്ഞു. അതുകൊണ്ടാണ് അയാൾ ഒളിവിൽ പോയത് എന്ന് ഉറുഹ പറയുന്നുണ്ട്. എന്തായാലും 15 വർഷം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ, അത് തന്നെ നല്ലൊരു കാര്യം. ഞങ്ങൾ നല്ലൊരു ജീവിതമാണ് ജീവിച്ചതെന്ന് ചിഹിരോ പറയുന്നു. ഓ, അത് കേട്ടതിൽ സന്തോഷം. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. എൻചാന്റഡ് ബ്ലേഡ്സ് മോഷ്ടിച്ചു കൊണ്ടുപോയ ഹിഷാക്കു അന്നു മുതൽ ഒളിവിൽ പ്രവർത്തിക്കുകയാണ്. സോജോയെ പോലെയുള്ളവരെയും പിന്നെ സസനാമി ഫാമിലിയെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തും പിന്നെ നിങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള സോഡ് ബെയറേഴ്സിനെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടുമൊക്കെ ഹിഷാക്കു മുന്നോട്ട് പോവാണ്. അവന്മാരുടെ ലക്ഷ്യം ആ എൻചാന്റഡ് ബ്ലേഡ്സ് ഫുൾ പവറിൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കോക്കുഗോക്കു കോട്ട ആക്രമിച്ചവരുടെ കയ്യിലിരുന്ന ആ വെപ്പൺ, അത് ഹിഷാക്കുവിന്റെ ഈ പ്ലാനിന്റെ ഭാഗമാണ്. പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ സോഴ്സ് മെറ്റീരിയലായ ഡാറ്റൻസക്കിയിൽ നിന്ന് സോജോ നിർമ്മിച്ചെടുത്ത വെപ്പൺസ് ആണത്. അതുപയോഗിക്കുന്നവർക്ക് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവേഴ്സ് കുറച്ച് നേരത്തേക്ക് കിട്ടും. പക്ഷെ പകരം കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ജീവനായിരിക്കും. ഇപ്പോൾ ചിഹിരോ ഇങ്ങനെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ഉറുഹ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിനെപ്പറ്റി നല്ല ആഴത്തിൽ അറിയാമെന്ന് തോന്നുന്നല്ലോ. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. പക്ഷേ അവന്മാരുടെ കയ്യിൽ ഈ വെപ്പൺസ് ഇത്രയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വെപ്പൺസ് ഉപയോഗിച്ച് അറ്റ് എ ടൈം എല്ലാ സാൻസോ കോട്ടകളിലും ഒരു അറ്റാക്ക് ചെയ്ത് സോഡ് ബെയറേഴ്സിനെ മുഴുവൻ കൊല്ലുക എന്നുള്ളതായിരിക്കും ഹിഷാക്കുവിന്റെ പ്ലാൻ എന്ന് ചിഹിരോ പറയുന്നു. പക്ഷേ ഹിഷാക്കു ഇപ്പോഴും ഡയറക്റ്റ് രംഗത്ത് വന്നിട്ടില്ല. എല്ലാം ഇങ്ങനെ പിന്നിൽ നിന്നുള്ള ചരടുവലി മാത്രമാണെന്ന് ഉറുഹ പറയുന്നു. പക്ഷേ ഈ കോക്കുഗോക്കുവില് കയ്യിൽ ഹിഷാക്കു സിമ്പലുള്ള ആരോ വന്നു എന്ന് കേട്ടല്ലോ എന്ന് ചിഹിരോ ചോദിക്കുന്നുണ്ട്. ഉറുഹ ഇപ്പൊ പറയുന്നുണ്ട്, ആ വന്ന മന്ത്രവാദികളെ ലീഡ് ചെയ്തിരുന്നത് അവനായിരുന്നു, പക്ഷെ അവനെ 1 സെക്കൻഡ് നേരത്തേക്കേ കണ്ടുള്ളൂ എന്ന്. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, അപ്പൊ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് റിസ്ക് എടുക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ 4 കോട്ടകൾ ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സോജോ ഉണ്ടാക്കിയ കുറച്ച് വെപ്പൺസ് ഇവരുടെ കയ്യിൽ കാണും. അത് ഉപയോഗിക്കുക എന്നുള്ള ആ സൂയിസൈഡൽ മിഷൻ ചെയ്യാനായിട്ട് കുറെ മന്ത്രവാദികളും ഉണ്ടാകും. സോ അവരുടെ ആ ആയുധങ്ങളെ കൗണ്ടർ ചെയ്യാൻ ഇപ്പൊ കമുനാബിയുടെ കയ്യിലുള്ളത് എൻഡനും ഫ്ലെയിം ബോണും മാത്രമാണ്. മറ്റവരുടെ കയ്യിലുള്ള ആയുധം ടെമ്പററി ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളെങ്കിലും അത് കുറെ ഉണ്ടല്ലോ. സോ നമ്മുടെ പക്ഷമാണോ കുറച്ച് താഴെ നിൽക്കുന്നതെന്ന് ഹാക്കുരി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഉറുഹ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റാണ്. നമ്മുടെ സൈഡ് അത്ര വീക്കൊന്നും അല്ല, ഞാനിപ്പോഴും ജീവനോടെ കൂടി തന്നെ ഇരിക്കുന്നില്ലേ. സോ കോക്കുഗോക്കു കോട്ടയിലെ ഹിഷാക്കുവിന്റെ അറ്റാക്ക് ഒരു ഫെയിലിയർ ആയിരുന്നു. അതുമാത്രമല്ല, ഞാൻ നിന്ന ആ കോട്ടയിലെ ഗാർഡ്സ് അവന്മാര് വേറെ ലെവലാണെന്ന് ഉറുഹ പറയുന്നു. ഇപ്പൊ ഉറുഹ ആ കോക്കുഗോക്കുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ശേഷം ആ കമുനാബി ഗാർഡ് ആണെങ്കിൽ കഥ കടച്ചിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അകത്തെ കാര്യങ്ങൾ എന്തായി എന്ന് വിളിച്ചു ചോദിക്കുന്നു. ഒരാളിപ്പോ പറയുന്നുണ്ട്, കോട്ട നല്ലപോലെ തകർന്നിട്ടുണ്ട്, 4 ഗാർഡ്സിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. ഈ മന്ത്രവാദി ആണെങ്കിൽ ഇപ്പോൾ 108-ാം നമ്പർ ടാഗ് തരാനായിട്ട് അയാളോട് പറയുന്നുണ്ട്. അയാൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ടാഗ് പുള്ളിക്കാരൻ ഒരിടത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്.
ഉടനെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഗാർഡ്സിനെല്ലാം സ്മോക്ക് സിഗ്നൽ കിട്ടുന്നു. അതായത് ഉറൂഹ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഇവിടെയുള്ള ശത്രുക്കളെ തീർക്കുക എന്നുള്ളതാണെന്ന് ഇവർ പറയുന്നു. സോ ഇവർ നോർമലായിട്ടുള്ള കമുനാബി മന്ത്രവാദികളല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് ഉറൂഹ ചിഹിരോയോട് പറയുന്നുണ്ട്. അവരാണെങ്കിൽ ഈ വന്ന അസാസിൻസുമായിട്ടൊക്കെ നല്ല കട്ട ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഐറ്റം വെച്ച് ഇവരെ ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിട്ട് സ്മോക്ക് ആക്സ് എന്നും പറഞ്ഞൊരു സ്പെല്ലൊക്കെ ഇപ്പൊ ആ മെയിൻ മന്ത്രവാദി പ്രയോഗിക്കുന്നുണ്ട്. അതിൽ കുറെ അവന്മാർ ഡിഫീറ്റ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഡാറ്റൻ സെക്കിയുടെ ലിമിറ്റ് കഴിഞ്ഞപ്പോൾ കുറെ പേര് പൊട്ടിത്തെറിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നവന്മാരെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മുടെ ഈ കോക്കു സ്റ്റീം സ്ക്വാഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉറൂഹ പുള്ളിയുടെ പുതിയ ബോഡി ഗാർഡ്സിന്റെ അടുത്ത് സേഫ് ആയിട്ട് എത്തിയെന്നും അതേപോലെ അവർ നേരെ ഇനിയും പോകാൻ പോകുന്നത് സെൻഗുട്സുജി ടെമ്പിളിലേക്കാണെന്നും ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അവർക്ക് മുൻപേ അവിടെ ചെന്നിട്ട് ഉറൂഹയ്ക്ക് ഒരു നല്ല സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ ഇവർ പറയുന്നു. അവർക്ക് നല്ല ഒരു സ്വീകരണം തന്നെ നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഈ ട്രെയിൻ അങ്ങനെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേഷനിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്ന് ഹാക്കുരി പറയുന്നു. പെട്ടെന്ന് എന്തോ കണ്ടിട്ട് ഹാക്കുരി ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. സ്റ്റേഷനിൽ ഇപ്പോൾ വെൻഡിങ് മെഷീൻ്റെ അടുത്ത് ഒരുത്തൻ നിൽക്കുന്നത് കാണാം. അവന്റെ പുറകിലായിട്ട് വേറൊരുത്തനും ഉണ്ട്. യുവന്മാരിപ്പോൾ ഹിഷാക്കുവിലെ 2 മെയിൻ ആൾക്കാരാണ്. ആ വെൻഡിങ് മെഷീൻ്റെ അടുത്ത് നിൽക്കുന്നവൻ പറയുന്നുണ്ട് ഈ മിഷന് വേണ്ടി അപ്പോൾ ഇനിയും കുറച്ച് കഴിവുള്ള മന്ത്രവാദികളെ നോക്കി സെലക്ട് ചെയ്യേണ്ടി വരുമെന്ന്. ഇതിപ്പോൾ റാൻഡമായിട്ട് കുറെ മന്ത്രവാദികളെ സെലക്ട് ചെയ്തതാണെങ്കിൽ പോലും ആ കോട്ടയിലെ കുറെ പേരെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞു. അതെന്തായാലും ഡാറ്റൻ സെക്കിയുടെ ആ പവർ തന്നെ എന്നിവൻ പറയുന്നു. ഇപ്പോൾ ഇവന്റെ അടുത്ത് നിൽക്കുന്ന ആ മുഖം മറച്ചു വെച്ചവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന്. ഇവനാണെങ്കിൽ ഇപ്പോൾ പറയുന്നു പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുവോ, ഒടുവിൽ കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ യൂറ നമുക്ക് പെർമിഷൻ തന്നല്ലോ എന്ന്. റാക്കുസായിച്ചയിൽ വെച്ച് ചിഹിരോ കണ്ട ആ ഹിഷാക്കു മന്ത്രവാദിയാണ് ഈ യൂറ. കാര്യം പുള്ളിയാണ് ഹിഷാക്കുവിന്റെ തലവൻ നന്നേ പറഞ്ഞിരുന്നല്ലോ. ആ വെൻഡിങ് മെഷീന്റെ അടുത്ത് നിൽക്കുന്നവന്റെ കൈ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഹിഷാക്കു സിമ്പൽ ഉണ്ട്. അവൻ പറയുന്നുണ്ട് എൻചാന്റഡ് ബ്ലേഡ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇതിപ്പോൾ 3 കൊല്ലമായി. ഇത്രയും നാൾ ചുമ്മാ ഓരോ തയ്യാറെടുപ്പുകളായിരുന്നു, ബോർ ഏർപ്പാട്. അതെല്ലാം വെറും ഒരു ടീസർ ആയിരുന്നല്ലോ. ഇനിയല്ലേ മെയിൻ പടം റിലീസ് ആവാൻ പോകുന്നത്. ഞാൻ എക്സൈറ്റഡ് ആവാതിരിക്കുവോ? ഇപ്പൊ ഈ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നവന്റെ പേരാണ് ഹിരുഹിക്കോ. അവന്റെ പാർട്ട്ണർ ഇപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട് ഈ ഉറൂഹയുടെ ബോഡി ഗാർഡ്സിന്റെ കയ്യിൽ ഒരു എൻചാന്റഡ് ബ്ലേഡ് ഉണ്ട്, അത് നീ മറന്നിട്ടില്ലല്ലോ. ഹിരുഹിക്കോ ഇപ്പൊ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഉറൂഹയെ കൊല്ലാനായിട്ട് നമുക്ക് എൻഡനുമായിട്ട് കോർക്കേണ്ട ആവശ്യം വരില്ല. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇവന്മാരുടെ ഈ ഡെഡ് ബോഡി ഇവിടം വരെ കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആ കോക്കു സ്റ്റീം സ്ക്വാഡിലെ മെയിൻ മന്ത്രവാദി അടക്കം 4 പേരെ കൊന്നിവിടെ സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ട് യുവന്മാര്. ഇവരുടെ ഈ ഡെഡ് ബോഡി കാണിച്ച് ഉറൂഹയെ മെന്റലി ബ്രേക്ക് ചെയ്ത് യുവന്മാരുടെ നേരെ വരുത്തിക്കാനുള്ള ഇവന്റെ പ്ലാനാണ്. ഹിരുഹിക്കോ ഇപ്പോൾ ട്രെയിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ഉറൂഹ ആണെങ്കിൽ ഇവന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നൊന്നുമില്ല. പുള്ളി അവിടെ കൂളായിട്ടിരിക്കുന്നു. ചിഹിരോ ആണെങ്കിൽ എൻഡൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇവന്റെ മുന്നിൽ നിൽക്കുന്നുമുണ്ട്. ഹാക്കുരി ഇപ്പൊ ഈ ഉറൂഹയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കണ്ടിട്ട് അമ്പരക്കുന്നുണ്ട്. അതായത് ഹാക്കുരി ആയിരുന്നു ഈ ഒരു അവസ്ഥയിലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കാണുമ്പോഴേ ഇമോഷണലി ബ്രേക്കായി യുവന്മാരുടെ നേർക്ക് പാഞ്ഞു ചെന്ന് ഡയറക്റ്റ്ലി യുവന്മാരുടെ ട്രാപ്പിൽ വീണേനെ. പക്ഷെ ഉറൂഹയ്ക്ക് ഇത് യുവന്മാരുടെ ട്രാപ്പാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പുള്ളിയുടെ ലൈഫ് ഇപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പുള്ളിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. നല്ല കിടലിനായിട്ട് ഇങ്ങർക്ക് സ്വയം നിയന്ത്രിച്ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ഇപ്പൊ ഹിരുഹിക്കോയും പറയുന്നുണ്ട്. എന്നാ ശരി, അപ്പൊ അങ്ങനെ ആവട്ടെ, നമുക്കപ്പോ ഫൈറ്റ് തുടങ്ങിയാലോ എന്ന് ഇയാൾ ചിഹിരോയോട് ചോദിക്കുന്നു. ഹിറുഹിക്കോയുടെ അടുത്തുള്ള ആ ചില്ലൊക്കെ ഇങ്ങനെ ബ്രേക്കായി തെറിക്കുന്നത് നമുക്ക് കാണാം. സോ എന്തായാലും ഇങ്ങനെ ഒരു ക്ലിഫ് ഹാങ്ങർ സെറ്റപ്പിൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.